ലോകപ്രശസ്തമായ സ്ട്രോക്കൂർ ഗേസർ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഐസ്ലാൻഡ്. ഏത് ഇന്ത്യൻ വിപ്ലവകാരിയുടെ ആത്മകഥയാണ് ഫ്രം മൈ ബോൺസ്? ഉത്തരം ഡോക്ടർ ഗുർഡിയൽ സിംഗ് ധില്ലൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന കന്നുകാലി ഇനം? ഉത്തരം ഹിയർഫോർഡ്. ലെതർ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഉത്തരം കാൺപൂർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രവാചകൻ എന്ന് ജോർജ് ഓർവെൽ വിളിച്ച എഴുത്തുകാരൻ? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ്. ഗ്രേ ലേഡി എന്ന് വിളിപ്പേരുള്ള അമേരിക്കൻ പത്രം? ഉത്തരം ന്യൂയോർക്ക് ടൈംസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സൗദി സാർസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഉത്തരം മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ലോക ചരിത്രത്തിൽ ഓപ്പറേഷൻ ബാർബറോസ് എന്ന രഹസ്യനാമത്തിൽ പ്രസിദ്ധമായ രഹസ്യ പദ്ധതി ഏതാണ്? ഉത്തരം ജർമ്മനീസ് ഇൻവാഷൻ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ. കുട്ടികളിലെ സ്ട്രോബെറി നാവ് ഏത് രോഗത്തിന്റെ പ്രത്യേക സവിശേഷതയാണ്? ഉത്തരം കവാസാക്കി രോഗം. ഫീനിക്സ് എന്ന പേരിൽ 2022 സൃഷ്ടിച്ച വെബ് ബ്രൗസർ? ഉത്തരം മോസില്ല ഫയർഫോക്സ്. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം റഷ്യ. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ്? ഉത്തരം ശ്രീനാരായണ ഗുരു. മാനസ ചാപല്യം ആരുടെ കൃതിയാണ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. അവനവൻ കടമ്പ രചിച്ചത്? ഉത്തരം കാവാലം നാരായണ പണിക്കർ. മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ? ഉത്തരം കുമാരനാശാൻ. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ശ്രീനാരായണ ഗുരു. അദ്വൈത പഞ്ചരം രചിച്ചത്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം 17 ഭാഷകളിൽ.
ആരുടെ അനുയായികളായിരുന്നു തവിട്ട് കുപ്പായക്കാർ? ഉത്തരം ഹിറ്റ്ലറുടെ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഉത്തരം വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ആർ ഡി കാർവേ. രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന വീട്? ഉത്തരം ജെറാസാങ്കോ ഭവനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ? ഉത്തരം പി സി മഹലനോബിസ്. മൃത്യുഞ്ജയം കാവ്യഗീതം എന്ന പേരിൽ കുമാരനാശാനെ കുറിച്ച് പുസ്തകം രചിച്ചത്? ഉത്തരം എം കെ സാനു. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഉത്തരം ഗവർണർക്ക്. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1860.